Welcome to Richard Talks. Hi, fifth day of June. Analysis പെട്ടെന്ന് പോവാം. Yesterday Nifty was fully consolidated. Okay, fully consolidation market ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. So as a buyer, we can't do anything. Okay. ഒരു ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നില്ല ഓൾ ഓവർ. സോ ഫിഫ്ത്ത് മെയ് ജൂണിലെ മാർക്കറ്റ് ജസ്റ്റ് നമുക്ക് അനാലിസിസ് ചെയ്യാം. ഓക്കെ സോ നമ്മുടെ ഇന്നലത്തെ ഒരു പ്ലാൻ ഓഫ് മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിയുടെ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ യൂഷ്വൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ നിഫ്റ്റി വെൻ ഇറ്റ് ബ്രേക്ക് ദിസ് ഏരിയ എന്നിട്ട് ഒരു പുൾ ബാക്ക് ഇതിന് റെസിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ടാവും എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. സോ നിഫ്റ്റി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. നോ ട്രേഡിംഗ് സോണിൽ തന്നെ നിൽക്കുകയായിരുന്നു ഇന്നലെ അല്ലേ. നിഫ്റ്റി മുകളിൽ ഓപ്പണായി താഴെ വന്നു, ഒരു ചാനലിലൂടെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിഫ്റ്റി മൂവ് ചെയ്യായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിക്ക് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഒരുപാട് പ്രീമിയം ഡേക്കൊക്കെ വരുന്ന ദിവസമായിരുന്നു. ബിക്കോസ് മാർക്കറ്റ് നാളെ എക്സ്പയറി ആണ്. സോ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ പ്രീമിയത്തിന് നല്ല ഡീക്കെ വരും. മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. നാളെ ഒരു വോൾട്ടൈൽ ഡേ ആകാൻ ചാൻസ് ഉണ്ട്, കാരണം നാളെ എക്സ്പയറി ഡേയും കൂടെയാണ്. സോ എന്നാലും നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മുടെ നിഫ്റ്റിയുടെ നാളത്തെ മൂവ്മെന്റ് എന്തായിരിക്കും. സോ നമുക്ക് ഫുൾ എല്ലാം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് 1 മന്തിലോട്ട് തന്നെ പോവാം. സോ മന്ത് സ്റ്റിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ്, നമ്മൾ ബിയറിഷ് ആയിട്ടില്ല. ഈ മന്തിന്റെ താഴെ വരികയാണെങ്കിൽ മാത്രമേ നിഫ്റ്റി 23,900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ഫുള്ളി ബിയറിഷിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. സോ നമ്മൾ സ്റ്റിൽ നോൺ ബുള്ളിഷ് ആണ്. നമ്മുടെ മന്ത്ലി അനാലിസിസ്, മന്ത്ലി മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് ഒരു ലോങ് ടൈമിൽ നിഫ്റ്റി ഹയർ ഹൈ ഹയർ ലോ ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് പോവുകയാണ്. സോ നമുക്ക് മന്ത്ലിയിൽ നമ്മളൊരു അപ് ട്രെൻഡ് തന്നെയാണുള്ളത്. വീക്കിലി ജസ്റ്റ് നോക്കിയേക്കാം. വീക്കിലിയിലും ലാസ്റ്റ് വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ സ്റ്റിൽ നമ്മൾ അപ് ട്രെൻഡ് തന്നെയായിരിക്കും. സ്റ്റിൽ നമ്മൾ മുകളിലോട്ടുള്ള ട്രേഡ് തന്നെയായിരിക്കും കൂടുതലും നോക്കുക. ഓക്കെ, ഈ വീക്ക് ഇനി 2 ഡേയ്സും കൂടെ ഉണ്ട്. സോ വീക്കിൽ നമുക്ക് പറയാനായിട്ടില്ല. സ്റ്റിൽ വെയിറ്റ് ഫോർ ദാറ്റ് ഫ്രൈഡേ. സോ നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേ ചാർട്ടിൽ 20 EMA താഴെ ബ്രേക്ക് തന്ന് നിൽക്കുന്നുണ്ട്. ബട്ട് നാളെ കൂടെ കഴിഞ്ഞാലേ കൺഫേം ആകാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ യെസ്, ഐ തിങ്ക് 20 EMA. ഇന്ന് ഇത് 20 EMA താഴെ ബ്രേക്ക് തന്നിരുന്നു. ബട്ട് ഇന്ന് തിരിച്ച് മുകളിലോട്ട് കയറി 20 EMA റെസിസ്റ്റൻസ് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് നിഫ്റ്റി ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു ടു ക്യാൻഡിൽ പാറ്റേൺ, ഇതൊരു നിഫ്റ്റി ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് നിഫ്റ്റി കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഹറാമി സംതിങ് നമുക്ക് അങ്ങനെയൊക്കെ വിളിക്കാം ഈ ഒരു പാറ്റേണിനെ. സോ നമുക്ക് പിന്നെ വേറെ അനാലിസിസ് നമ്മളെപ്പോഴും ചെയ്ത് കാണിക്കാറുണ്ടല്ലോ. ഇത് നിഫ്റ്റി ഈ ഒരു ചാനലിലായിരുന്നു ഫുൾ ഏപ്രിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം മെയ് കഴിഞ്ഞു, ജൂണിലും ഇവിടെ തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. സോ വേറൊരു സപ്പോർട്ട്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയ, അതായത് ഈ ഏപ്രില് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് നിഫ്റ്റി ശ്രമിച്ചു. സ്റ്റാർട്ടിങ് മുതലേ നടന്നില്ല. അങ്ങനെ മെയ് 12 ഇത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാല് നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു അത്. ഒരു 1 മന്ത് എടുത്തു അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നിഫ്റ്റി ഒരു ആ ഏരിയ ഒരു മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റി ആക്ട് ചെയ്യും. സോ നിങ്ങളുടെ ചാർട്ടിൽ ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് വരച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക്
ഒരു ഫർദർ താഴോട്ടുള്ള മൂവ്മെന്റ് ഒക്കെ നമുക്ക് നോക്കാം. ഈ ഒരു 23,900 വരെയുള്ള ടാർഗറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവും. കാരണം അത്രയും മേജർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. സോ നമുക്ക് സപ്പോർട്ട് നമുക്ക് വരച്ചിടാം ഇവിടെ തന്നെ. ഞാൻ ഇന്ന് വരയ്ക്കാറുണ്ട്. സോ അനാലിസിസ് ഡെയിലി രണ്ടാമത് റീച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് കളഞ്ഞിട്ട് പിന്നെയും ചെയ്യാറുള്ളത്. സോ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, 12 മെയ് മുകളിലോട്ട് പോയി ഒരു അപ് മൂവ് തന്നു. 13th മെയ് ഫാൾ ചെയ്തു. 14th മെയ് ഇവിടുന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് ദെൻ അപ്രൈസ്. 15th മെയ് 50 മിനിറ്റ്സിൽ അറിയാം മെക്കാനിൽ താഴോട്ട് വന്നു. സോ സപ്പോർട്ട് ഹിയർ ആൻഡ് റൈസ് ബാക്ക്. പിന്നെ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് 22 മെയ് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ താഴെ വന്നു. 23 മെയ് റൈസ്, വീണ്ടും ഈ ഒരു മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. സെയിം 3rd ജൂൺ താഴെ വന്നു. സോ 4 ജൂൺ അവിടുന്ന് പിന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. സോ സ്റ്റിൽ നിഫ്റ്റി മുകളിലോട്ട് പോകാൻ തന്നെയാണ് സ്റ്റിൽ നിഫ്റ്റി ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി വരുന്നത്. ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് 4 അവർ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഓക്കെ, ഇവിടെ നിഫ്റ്റിക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ട്, കണ്ടോ? നിഫ്റ്റി ഹാവ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഹിയർ. സോ ലാസ്റ്റ് ഡേ നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി താഴോട്ട് ഒരു ഡൗൺഫാൾ 3rd ജൂൺ തന്നിട്ടുള്ളത്. ബട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് ചെയ്തു. സോ വൺ മോർ ട്രെൻഡ് ലൈൻ ഹിയർ, അതും കൂടെ വരയ്ക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. 1 ഹവറിൽ ജസ്റ്റ് നമുക്ക് ഈ 1 ഹവറിൽ ട്രെൻഡ് ലൈൻ ഒന്നും കൂടെ കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നോക്കിയാൽ അറിയാം നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനിൽ 1 ഹവറിൽ വന്നിട്ട് ഈ ഡബിൾ ട്രെൻഡ് ലൈൻ ഉണ്ട് അവിടെ. ഇവിടെ ഈ ട്രെൻഡ് ലൈനും താഴെയുള്ള ഇതിനെ പറയുന്നത് ആംഗുലാർ സപ്പോർട്ട്, ഇതിനെ പറയുന്നത് ഹൊറിസോണ്ടൽ സപ്പോർട്ട്. സോ ഇതിൽ ഈ ബോത്ത് സപ്പോർട്ട് ഇവിടെ നിഫ്റ്റിക്ക് ഉണ്ട്. അപ്പം മുകളിലോട്ട് കയറുമ്പോൾ തന്നെ, മുകളിലോട്ട് നാളെ നിഫ്റ്റി മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ കയറിയാലാണ് നമുക്ക് ഒരു ട്രേഡ് ഉണ്ടാവുക. സോ നാളത്തെ ട്രേഡ് നമുക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിഫ്റ്റി ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നെങ്കിൽ, ഇൻ കേസ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നെങ്കിൽ ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നെങ്കിൽ, സോ വി പ്ലാൻ ലൈക്ക് ദിസ്. നിഫ്റ്റി ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ച് പുൾ ബാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ. സോ അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് നിഫ്റ്റിനെ പുട്ട് ബൈ ചെയ്യാം. ടാർഗറ്റ് ഹിയർ അല്ലെങ്കിൽ ഹിയർ, ചെറിയ 50, 30 പോയിന്റ്, 50 പോയിന്റ്, 100 പോയിന്റ്, നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ഇവിടുന്ന് ഈ ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, സോറി, ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഗ്യാപ്പ് അപ്പ്, റെസിസ്റ്റൻസ് ആൻഡ് പുൾ ബാക്ക്. ഓക്കെ, ഈ പുൾ ബാക്ക് വേണം, ഈ പുൾ ബാക്കിലെ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ ഇവിടുന്ന് റെസിസ്റ്റൻസ് തിരിച്ചു വരുമ്പം ഇവിടുന്ന് പുട്ട് ബൈ ചെയ്യുക. ടാർഗറ്റ് ഹിയർ അല്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും, ഇവിടെ ഒരു മേജർ സപ്പോർട്ട് നിഫ്റ്റിക്ക് ഉള്ളതാണ്. സോ ഇന്നത്തെ ഡേ ഹൈ. സോ ഇന്നത്തെ ഡേ ഹൈയിൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വെക്കാം. ഇതാണ് പ്ലാൻ എ. പ്ലാൻ എ മീൻസ് ഇൻ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ. ഓക്കെ, ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെന്ന് വെച്ചോ, മീൻസ് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെന്ന് വെച്ചോ, ഇതിന്റെ മുകളിൽ നിഫ്റ്റി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ, സോ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിഫ്റ്റി വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ഏരിയ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്യേണ്ടത് ഫോർ ബൈക്ക്. ബിക്കോസ് നിഫ്റ്റി അപ് ട്രെൻഡിലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുകളിലോട്ടുള്ള പ്ലാനാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ബയേഴ്സാ വരിക. പിന്നെ ഈ ട്രെൻഡ് ലൈൻ മേജർ ട്രെൻഡ് ലൈൻ ആണ്. മേജർ ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ അത് പിന്നെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടും. ഇതുകൊണ്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ ഇതിന് മുകളിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. 3rd ജൂണിന് അത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. തിരിച്ച്
അത് ബ്രേക്ക് ചെയ്യാൻ മുകളിലോട്ട് നോക്കി നടന്നില്ല, പിന്നെ റെസിസ്റ്റൻസ് താഴോട്ട് തന്നു. അതാണ് ഈ നമ്മൾ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്ന ഇതിനകത്ത് പറഞ്ഞിരുന്നത്. ഇവിടുന്ന് നിഫ്റ്റിന് താഴോട്ട് ട്രേഡ് ചെയ്യാം, ഈ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റ് നിങ്ങൾ ട്രേഡ് ചെയ്തവർക്കൊക്കെ ടാർഗറ്റ് മേ ബി കിട്ടിയിട്ടുണ്ടാവും. സോ ഇതിന് മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ആകുന്നതെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് നിഫ്റ്റി മുകളിലോട്ടാനും പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടുന്ന് നമ്മൾ ഒരു കോൾ ബൈ പ്ലാൻ ആണ് ചെയ്യേണ്ടത് അപ് ടു ടാർഗറ്റ് ഹിയർ. ഓക്കെ, ഈ രണ്ട് ടാർഗറ്റും നമുക്ക് മുകളിലോട്ട് കാണാൻ കഴിയുന്നതാണ്. ഇൻ കേസ് ഇപ്പം നമ്മൾ മുകളിലോട്ടുള്ള രണ്ട് ട്രേഡ് പറഞ്ഞിട്ടുണ്ട്, സെൽ ഓൺ റൈസ് അല്ലെങ്കിൽ ബൈ ഓൺ ദ ഡീപ്പ്. ബൈ ഓൺ ദ ഡീപ്പ് മീൻസ് ഈ ട്രെൻഡ് ലൈൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ സെൽ ഓൺ ദ റൈസ് ആണ്. ഇവിടെ ഇൻ കേസ് ഇതിന്റെ മുകളിൽ ഇവിടെയാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നത്, ഈ ഏരിയക്കുള്ളിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നെങ്കിലും ഇത് മുകളിൽ പോയിട്ട് തിരിച്ചു വരും. ഓക്കെ, സോ തിരിച്ചു വരുമ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യണം ഇങ്ങനെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട്. സോ ഈ ട്രെൻഡ് ലൈന് മുകളിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നതിനാണ് ബൈ വരത്തുള്ളൂ, അല്ലെങ്കിൽ സെല്ല് തന്നെ വരിക താഴോട്ട് നിഫ്റ്റിക്ക്. ഇനി ഇൻ കേസ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആകുന്നതെന്ന് വെച്ചാൽ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സോ ഇന്ന് ഇവിടുന്ന് പോലെ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്ത് നിഫ്റ്റി അഗൈൻ പുൾ ബാക്ക് ചെയ്യും. സോ ഇവിടുന്ന് പിന്നെ നമുക്ക് ബൈ ടാർഗറ്റ് 1 ടാർഗറ്റ് 2 ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, അതാണ് മുകളിലോട്ടുള്ള പ്ലാൻ. ആൻഡ് ദ ഫൈനൽ പ്ലാൻ, നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ഇവിടെ ചെയ്യുന്നെങ്കിൽ നിഫ്റ്റി പിന്നെയും ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഒരു സൈഡ് വേസ് നാളെ എക്സ്പയറി കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഡി കെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റി ഒന്നെങ്കിൽ ഇവിടം വരെ പോയി റെസിസ്റ്റൻസ് താഴോട്ട് വരാൻ വെയിറ്റ് ചെയ്യുക, അതും തിറ്റ ഡി കെ പോലുള്ള കാര്യങ്ങൾ അതിലും ഉണ്ടാവും. സോ നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ ഫ്ലാറ്റിലാണെങ്കിൽ നമ്മളൊരു ന്യൂട്രൽ വ്യൂ ആണ് നിഫ്റ്റിക്ക് വെക്കേണ്ടത് ആസ് പെർ കറണ്ട് സിറ്റുവേഷൻ. അപ്പം നോക്കാൻ ശ്രമിക്കുക. ഗ്യാപ്പ് അപ്പ് സിറ്റുവേഷനിലാണ് നിഫ്റ്റിക്ക് ഒരു മൂവ്മെന്റ് തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം നാളെ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നാളത്തെ ദിവസം ട്രേഡിംഗിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, നിഫ്റ്റി ഫ്ലാറ്റ് ഓണിങ് ചെയ്ത് താഴോട്ട് വരുന്നെങ്കിലും നിഫ്റ്റി ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിട്ട് കയറും. ഇവിടുന്നാണെങ്കിൽ നിഫ്റ്റി ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് മൂവ്മെന്റ് ഇവിടെ തന്നുകൊണ്ടിരിക്കും. ഇതാണ് നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. സോ നമുക്ക് അതിന് മുന്നേ ജസ്റ്റ് നാളത്തെ റെഫറൻസിന് വേണ്ടി വരച്ചു നോക്കാം. ഗ്യാപ്പ് അപ്പ്, പുൾ ബാക്ക്. ഓക്കെ, huge gap up, support, pull back. Okay, gap down, support, pull back. Okay, flat opening, not right. Okay, so A, B, C, so D. So D is the not right. Okay, so plan A, plan B, plan C, this is a D the not right. Okay, ഇതാണ് നമ്മുടെ നാളത്തെ നിഫ്റ്റിയുടെ പ്ലാൻസ്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.